എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗുരുവായൂരപ്പൻ എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ഗുരുവായൂരപ്പൻ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്കായിട്ട് തരുന്നതെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് പല പല കാരണത്താൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഗുരുവായൂരപ്പൻ എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ എന്ത് ഗൈഡൻസ് ആണ് ഈ സമയത്ത് തരുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എൻ്റെ ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഗുരുവായൂരപ്പൻ എന്ത് ഗൈഡൻസാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് നോക്കാം. ഗുരുവായൂരപ്പൻ്റെ മെസ്സേജാണ് നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള പ്രശ്നത്തിലേക്ക് ഒരു വിഷമിച്ച് ഇപ്പം നമുക്ക് നോക്കാം. എന്താണ് നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതായത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് ഞാൻ ഇവിടെ നിന്ന് കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഡിസപ്പോയിൻമെൻറ്റിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരുപാട് ബുദ്ധിമുട്ട്, അതിനൊരു ഡിലേ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് പ്രശ്നവും വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തികളെയാണ് കാണിക്കുന്നത്. എന്ത് കാര്യം എടുത്താലും അതിലൊരു തടസ്സം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലോങ് വെയിറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ജീവിയെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു കാർഡിൻ്റെ അടിയിൽ ഇതൊരു പോസിറ്റീവ് കാർഡാണ്, ഒരു ദീർഘവീക്ഷണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണെങ്കിൽ പോലും ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പല കാര്യത്തിലും ഒരു പോസിറ്റീവ് അല്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയാണ്, ഇതൊരു പ്രസൻറ്റ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ഞാൻ ഇതെടുത്തത്. തീർച്ചയായിട്ടും കറണ്ട് എനർജി വെച്ചാണ് ഞാനിപ്പം പറഞ്ഞത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇത്ര 6 കാർഡിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്. നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, എല്ലാ കാര്യത്തിനും ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ടുള്ള ഒരവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് എന്ത് കാര്യത്തിലായാലും, പ്രണയത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും ഒരു തീരുമാന സ്തംഭനമൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ് എന്താണ് ഇതിന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. ഫ്യൂച്ചർ കാർഡ് എന്താണ്? നിങ്ങൾ ഇതിലൊരു അവസ്ഥയിലൊരു മാറ്റമുണ്ടാകുമ്പോൾ ഫ്യൂച്ചർ കാർഡ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങളുടെ അവസ്ഥയിൽ ഫ്യൂച്ചർ കാർഡ് എന്ത് ഗൈഡൻസാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും പക്ഷേ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മാറ്റം വരുന്നതാണ് ഗുരുവായൂരപ്പൻ തരുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈഫിലൊരു നല്ലൊരു മാറ്റം വരും, ഒരു ബാലൻസൊക്കെ ലൈഫിൽ വരും. ഒരുപാട് പോസിറ്റീവായിട്ടിരിക്കാനാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും ഒരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും ഒന്നിലും ഒരു സ്ഥിരത വരുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ പല കുടുംബ പ്രശ്നങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അതിലൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് വരുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രണയത്തിലാണെങ്കിലും നിങ്ങളുടെ ഏത് വിവാഹ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ഒരു സമയത്ത്. എല്ലാത്തിലും ഒരു ഗൈഡൻസൊക്കെ, എല്ലാത്തിലും ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള ഭഗവാൻ തരുന്ന ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഗുരുവായൂരപ്പൻ എന്ത് ഗൈഡൻസാണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ജനറൽ റീഡിംഗ് കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഇതിലൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഈ ഒരു സമയത്ത് പറയുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സഹായഹസ്തങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ മാറുന്നതായിട്ടാണ് ഭഗവാൻ തരുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു പോസിറ്റിവിറ്റിയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഓവറോൾ എനർജി കാർഡ് എടുത്ത് നോക്കാം. എന്താണ് ഓവറോൾ ഇതായിട്ട് ഗുരുവായൂരപ്പൻ ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഗൈഡൻസ് നോക്കാം. എന്ത് ഗൈഡൻസാണ് ഗുരുവായൂരപ്പൻ നിങ്ങൾക്കായിട്ട് ഓവറോൾ ഒരു കാർഡ് എടുത്ത് നോക്കാം.
മെഡിറ്റേഷൻ ബ്രിങ്സ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങൾ ഭഗവാനോട് അടുത്ത് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഏതെങ്കിലും നമ്മുടെ ഇപ്പോൾ ഗുരുവായൂരപ്പനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ എന്താണ് നിങ്ങൾ കൂടുതൽ അവരെ വിളിക്കുക, അവരിലേക്ക് കൂടുതൽ കണക്റ്റ് ആവുക എന്നാണ് ഭഗവാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂട്ടാക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഒരുപാട് സ്നേഹം കൂട്ടുകാർ. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.